നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൂലമറ്റം KSEB സർക്യൂട്ട് ഹൌസിൽ KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം ചേലാട് പോളിടെക്നിക്കിൽ 5 കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയാകണമെന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നവരുമായി മാറണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീട് സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് MP. ഓണത്തിനോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അനുമതി നൽകി. വാർത്തകൾ വിശദമായി. മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൂലമറ്റം KSEB സർക്യൂട്ട് ഹൌസിൽ KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിക്ക് പുറമെ അംഗങ്ങളായ വാഴൂർ സോമൻ, P നന്ദകുമാർ, A പ്രഭാകരൻ, KK രാമചന്ദ്രൻ, അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ പള്ളിവാസൽ, ഇടുക്കി ഡാമുകൾ, മൂലമറ്റം പവർ ഹൌസ് എന്നിവിടങ്ങളിലാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശിച്ചത്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൂലമറ്റം KSEB സർക്യൂട്ട് ഹൌസിൽ KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മന്ത്രി മൂലമറ്റത്തെത്തിയത്. 300 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ അനിശ്ചിതത്വം പരിഹരിക്കാനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പള്ളിവാസലിലും മൂലമറ്റത്തും സന്ദർശനം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ഉദ്യോഗസ്ഥ ചർച്ചയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട്. ആ വിഷയങ്ങൾ അടുത്ത കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് ധാരാളം വെള്ളം ഉണ്ടായിട്ടും നമ്മൾ വേണ്ടത് ഉപയോഗിക്കില്ല. 3000 TMCയോളം വെള്ളം നമുക്കുണ്ട്. നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ കൂടി 300 TMC ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കില്ല. നമുക്ക് സാധ്യത ഉണ്ടായിട്ടും നമുക്ക് ഇടുക്കിയിൽ 55 പൈസയാണ്. 4 ദിവസം മുമ്പ് നമ്മൾ മേടിച്ചത് 15 രൂപയ്ക്കാണ്. പക്ഷെ അതിലെന്താ വെച്ചാൽ ഒരു പ്രോജക്റ്റും തുടങ്ങാൻ നിങ്ങളെന്നെ സമ്മതിക്കില്ല. അപ്പോൾ കാക്ക അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് മാറാൻ വഴിയില്ല എന്ന് പറഞ്ഞ് അതിന് വിവാദം ഉണ്ടാക്കി പരിസ്ഥിതിക്ക് കോട്ടമാണെന്ന് പറഞ്ഞ് എല്ലാ ഡാമുകളും തടയുകയാണ്. അപ്പോൾ അതൊന്നും മാറേണ്ടത് നമ്മൾ ഇപ്പോൾ നമ്മൾ എത്ര വലിയ വില കൊടുത്തിട്ട് 15 രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇവിടെ ചുരുങ്ങിയ ചിലവ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങളൊക്കെ വരുള്ളൂ. അതാണ് സ്ഥിതി. 15 പൈസ ശരിക്കും 15 പൈസ തൊട്ട് 55 പൈസ വരെ വരുള്ളൂ ഇടുക്കിയിലെ ഡാം ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ. അത് 15 രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ നമുക്ക് സാധ്യതയാണ്. അതേപോലെ നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഒരുപാട് കാലമായി ഇങ്ങനെ വൈകി പോവുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പുറമെ അംഗങ്ങളായ വാഴൂർ സോമൻ, P നന്ദകുമാർ, A പ്രഭാകരൻ, KK രാമചന്ദ്രൻ, അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ പള്ളിവാസൽ, ഇടുക്കി ഡാമുകൾ, മൂലമറ്റം പവർ ഹൌസ് എന്നിവിടങ്ങളാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കോതമംഗലം ചേലാട് പോളിടെക്നിക്കിൽ 5 കോടി രൂപ ചിലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KC സുമിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് പോളിടെക്നിക് ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള കോളേജ് ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയിൽ വ്യവസായ പാർക്കുകൾ, ഏൺ വൈൽ യു ലേൺ പദ്ധതി പ്രകാരം സംരംഭങ്ങൾ, യങ് ഇന്നോവേറ്റീവ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ നൂതന പ്രോജക്റ്റുകൾക്ക് 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസ നൂതന സംരംഭങ്ങൾ
സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതിക വിദ്യയിൽ തൊഴിൽ നൈപുണ്യ തുടർ പരിശീലനം, പഠനത്തോടൊപ്പം തൊഴിൽ ലഭ്യമാക്കൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനിക വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വികസിപ്പിച്ച് സംസ്ഥാനത്തെയും ഇതര സംസ്ഥാനങ്ങളിലെയും വിദേശങ്ങളിലെയും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഇടങ്ങളായി കേരളത്തിലെ കലാലയങ്ങളെ മാറ്റുന്ന നൂതന പദ്ധതികൾ നടപ്പാക്കി കേരളം മുന്നേറുകയാണെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോതമംഗലത്ത് ചേലാട് പോളിടെക്നിക്കിൽ 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സിവിൽ മെക്കാനിക്കൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 1500 കോടി രൂപയിൽ പരം തുക കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ തന്നെ കിഫ്ബി പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ച് ഊർസ ഫണ്ടാണ് നാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി ഇവിടെ കൃത്യമായിട്ട് പൂർത്തീകരിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും സഹായവും നേതൃത്വപരമായ പങ്കും നിർവഹിച്ചിട്ടുള്ള ബഹുമാന്യനായ MLA, ബഹുമാന്യനായ അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KC സുമിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലിം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് SM അലിയാർ, FIT ചെയർമാൻ R അനിൽകുമാർ, MBI ചെയർമാൻ EK ശിവൻ, PTA വൈസ് പ്രസിഡന്റ് രാജു TK എന്നിവർ പ്രസംഗിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മേഖലാ കാര്യാലയം ജോയിന്റ് ഡയറക്ടർ സോളമൻ PA സ്വാഗതവും കോതമംഗലം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സജിന K പൗലോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയാകണമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നവരുമായി മാറണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് റോയ് K പോളിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരും കാരുണ്യ പ്രവർത്തകരും എന്ന വിഷയത്തിൽ കോതമംഗലം കോൺഗ്രസ് ഭവനിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയാകണമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നവരുമായി മാറണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് റോയ് K പോളിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരും കാരുണ്യ പ്രവർത്തനവും എന്ന വിഷയത്തിൽ കോതമംഗലം കോൺഗ്രസ് ഭവനിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ സമയവും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും നിങ്ങൾ ഓരോരുത്തരുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നതാണ്. കോതമംഗലം ടൗണിൽ വന്നാൽ നിങ്ങളെല്ലാവരും കാണുന്ന, എല്ലാ ദിവസവും കാണുന്ന പാർട്ടി ഓഫീസിൽ പറ്റിയുള്ള സാന്നിധ്യവും പഴയ കാലഘട്ടങ്ങളിലെ ഈ തലമുറയിൽപ്പെട്ട നേതാക്കൾ അവരുടെയൊക്കെ പരിണാമപരമാണ് ഒരുപക്ഷെ പാർട്ടി ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നത്. പല പ്രദേശത്തും ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് പാർട്ടിയുടെ മുഖമായി സാന്നിധ്യമായി ഓരോ പ്രദേശത്തും പാർട്ടിയെ. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. AG ജോർജ്, PP ഉദുപ്പാൻ, അബു മൊയ്തീൻ, ബാബു ഏലിയാസ്, MS എൽദോസ്, AB എബ്രാഹാം, PC ജോർജ്, KI ജേക്കബ്, PAM ബഷീർ, സിജു എബ്രാഹാം, പ്രിൻസ് വർക്കി, ഭാനുമതി രാജു, സണ്ണി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീട് സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. NH വികസനവുമായി ബന്ധപ്പെട്ട നേര്യമംഗലം പാലത്തിന് സമീപം പുറമ്പോക്കിൽ താമസിക്കുന്ന 4 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു. ഇവർക്ക് പട്ടയമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സമുണ്ട് എന്നായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട്. MPയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് MP എറണാകുളം കളക്ടർ ആന്റണി ജോൺ MLA, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനമായതായി MP അറിയിച്ചു. പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അക്വയർ ചെയ്യുന്ന ഒരു പ്രക്രിയ, ലാൻഡ് അക്വിസിഷൻ, ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുമായി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് 4 കുടുംബങ്ങൾ
ഇവിടെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുകയും കച്ചവടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയ്ക്ക് അർഹമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. MP എന്നുള്ള നിലയിൽ ഞാനും, MLA എന്നുള്ള നിലയിൽ ശ്രീ ആന്റണി ജോണും, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അക്കാര്യത്തിൽ ഈ 4 കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവർക്ക് കൊടുക്കാവുന്ന പരമാവധി കോമ്പൻസേഷൻ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാര തുക അവർക്ക് സമയബന്ധിതമായി തന്നെ നിയമമനുസരിച്ച് തന്നെ കൊടുക്കാവുന്നതാണ് എന്ന് ഇന്നലത്തെ ജില്ലാ കളക്ടറേറ്റിൽ കൂടിയ റീഹാബിലിറ്റേഷൻ കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് അതിന്റെ പ്രക്രിയയിലേക്ക് കടക്കും. ഞങ്ങള് ഇത് സംബന്ധിച്ച് ഇവർക്ക് 6 മാസത്തേക്ക് മറ്റെവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം. അതിനുള്ള വാടക പൈസ കൂടി ഏർപ്പാട് ചെയ്യാനുള്ള ഒരു ശുപാർശ കൂടി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് വീട് വയ്ക്കുവാനുള്ള സ്ഥലത്തിനായി സ്ഥലം കണ്ടെത്തുവാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇവിടെ നിന്ന് മാറുന്ന ഇവർക്ക് 6 മാസത്തെ വീട് വാടക കൊടുക്കണമെന്ന് നാഷണൽ ഹൈവേ വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും MP അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ, വാർഡ് മെമ്പർ സൗമ്യ ശശി, ജെയ്മോൻ ജോസ് സവിത, ഉമ്മർ CP, ദീപു MV, ജോയി അറക്കിക്കുടി, ശ്രീജിത്ത് ശിവൻ, ഷമീർ CP, ഷെരീഫ് ചിറങ്ങര തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഓണത്തിനോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അനുമതി നൽകി. 3 മാസത്തേക്കാണ് പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി ഡാം തുറന്നു കൊടുക്കുക. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ചൊവ്വാഴ്ച മുതൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു നൽകും. ബുധനാഴ്ചകളിലും വെള്ളം തുറന്നുവിടേണ്ട ദിവസങ്ങളിലും ഒഴികെ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കുന്നതിന് നിബന്ധനകളോടെ പൊതുജനങ്ങൾക്ക് അനുമതി നൽകി. 3 മാസത്തേക്കാണ് അനുമതി നൽകി സർക്കാർ ഉത്തരവായിരിക്കുന്നത്. സന്ദർശനത്തിനായി ഒരു സമയം പരമാവധി 20 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ജില്ലാ കളക്ടർ മുൻപ് നടത്തിയ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിച്ചായിരിക്കും പ്രവേശനം. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നതിന് അനുമതി നൽകിയ വൈദ്യുതി വകുപ്പിനും സംസ്ഥാന ഗവൺമെൻറ്റിനുമുള്ള നന്ദി പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇടുക്കിയുടെ ടൂറിസം സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കി ഡാമും അതിൻ്റെ അനുബന്ധ മേഖലകളുടെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. വ്യാപാര മാന്ദ്യം ഏറ്റവും അധികം ഉണ്ടാകുന്ന ഈ സന്ദർഭത്തിൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നതിൻ്റെ ഫലമായി ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഇടുക്കിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ടെക്നോളജിയായ ഇടുക്കി ഡാമും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും പഠന വിധേയമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും ഈ ഡാമും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാ ദിവസവും തുറന്നു കൊടുക്കുകയും ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുത്തുകയും ടൂറിസം രംഗത്തെ വലിയ സാധ്യതകൾ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വ്യാപാര സമൂഹങ്ങളും സംഘടനകളും ഈ ഡാം തുറന്നു കൊടുക്കുന്ന എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിനോടുമുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഡാം സന്ദർശകർക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെൻറ്റിനും വൈദ്യുതി വകുപ്പിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ഡാം സ്ഥിരമായി തുറന്ന് ആളുകൾക്ക് കാണുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ശക്തമായ മഴയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ദിവസങ്ങളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും പൊതുജനങ്ങളുടെ പ്രവേശനം ഒഴിവാക്കും. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി എടുക്കേണ്ട ഇൻഷുറൻസുകളുടെ ഇനത്തിലെ ചെലവ് ഹൈഡൽ ടൂറിസം സെന്റർ വഹിക്കും. പൊതുജനങ്ങളുടെ സുരക്ഷയും അണക്കെട്ടുകളുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം കേരള ഹൈഡൽ ടൂറിസം സെന്ററും പോലീസും ഏറ്റെടുക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത്. ജൈവ മാലിന്യങ്ങൾ ദിവസേന നീക്കം ചെയ്യും. ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡാമിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ സംസ്കരണം നടത്തുന്നതിന് മതിയായ സജ്ജീകരണങ്ങളും താൽക്കാലിക ശുചിമുറി സംവിധാനങ്ങളും ഏർപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള NGO അസോസിയേഷൻ 49ാം ഇടുക്കി ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 4-5 തീയതികളിൽ അടിമാലിയിൽ നടക്കും. അടിമാലി ക്ലബ് ഹാളിൽ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള NGO അസോസിയേഷൻ 49ാം ഇടുക്കി ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 4-5 തീയതികളിൽ അടിമാലിയിൽ നടക്കും. അടിമാലി ക്ലബ് ഹാളിൽ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ബാബു P. കുര്യാക്കോസ്, ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, ജില്ലാ സെക്രട്ടറി CS ഷമീർ, സംസ്ഥാന സെക്രട്ടറി KP വിനോദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ സഞ്ജയ് കബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കിയുടെ പ്രിയങ്കനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്
അസോസിയേഷൻ്റെ 49ാം ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹമാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. സംഘടന 50 വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒക്ടോബർ മാസം 27-ാം തീയതി കേരള NGO അസോസിയേഷൻ രൂപീകൃതമായിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയുടെ ജില്ലാ സമ്മേളനം അടിമാലിയിൽ വെച്ച് കൂടുന്നത്. ബഹുമാനപ്പെട്ട ഇടുക്കി MP കുര്യാക്കോസ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മത്തി കുള്ളനാടൻ MLA ഇവിടെ അന്ന് എത്തിച്ചേരും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട NGO അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാറും അന്ന് ഉണ്ടായിരിക്കും. അഡ്വക്കേറ്റ് മാത്യു കോടൽനാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4-ന് ഉച്ചകഴിഞ്ഞ് 2-ന് ജില്ലാ കമ്മിറ്റി, 5-ന് രാവിലെ 9-ന് പതാക ഉയർത്തൽ, രജിസ്ട്രേഷൻ, പ്രകടനം, ഉദ്ഘാടന സമ്മേളനം, 12-ന് പ്രതിനിധി സമ്മേളനം, സംഘടനാ ചർച്ച, 2:30-ന് സുഹൃത്ത് സമ്മേളനം, 3:30-ന് യാത്രയയപ്പ് സമ്മേളനം എന്നിവയും നടക്കും. വൈകിട്ട് 4-ന് ജില്ലാ കൗൺസിൽ യോഗം, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഈ ഓണം കളറാക്കാൻ കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ തയ്യാറായി കഴിഞ്ഞു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഓഫറായ ഓണം 69 മെഗാ സെയിൽ അറ്റ്ലസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. 100-ൽ പരം റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും 69 രൂപയ്ക്ക് ഓണം ഓഫറിന്റെ ഭാഗമായി ഇപ്പോൾ അറ്റ്ലസ് ഷോറൂമുകളിൽ ലഭിക്കുന്നു. ഈ ഓണം കളറാക്കാൻ കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ തയ്യാറായി കഴിഞ്ഞു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഓഫറായ ഓണം 69 മെഗാ സെയിൽ അറ്റ്ലസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. 100-ൽ പരം റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും 69 രൂപയ്ക്ക് ഓണം ഓഫറിന്റെ ഭാഗമായി ഇപ്പോൾ അറ്റ്ലസ് ഷോറൂമുകളിൽ ലഭിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷനബിൾ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്നതിൽ പ്രശസ്തിയാർജിച്ച അറ്റ്ലസിലൂടെ ഇപ്പോൾ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഓണം 69 മെഗാ സെയിൽസിന്റെ ഭാഗമായി മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് അറ്റ്ലസിൽ ഒരുക്കിയിരിക്കുന്നത്. ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, പില്ലോ 69 രൂപയ്ക്ക്, നൈറ്റി, ലെഗിങ്സ്, ഷാൾ 69 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട്, സ്കേർട്ട്, പലാസോ 69 രൂപയ്ക്ക്, 4 തോർത്ത്, 4 മാറ്റ്, 3 പില്ലോ കവർ 69 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട്, മെൻസ് ട്രാക്ക് പാൻറ്, മെൻസ് ഷോർട്സ് 69 രൂപയ്ക്ക്, ലുങ്കി, കാവി, കൈലി 69 രൂപയ്ക്ക്. കൂടാതെ 100-ൽ പരം റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും 69 രൂപയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. മെൻസ്, ലേഡീസ്, കിഡ്സ് ഫാഷൻ വസ്ത്രലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളായ പ്രിന്റ് ആൻഡ് പോപ്കോൺ ലേഡീസ് കുർത്തീസ്, പ്രിന്റ്, ചെക്ക്, പ്ലെയിൻ റെഡിമെയ്ഡ് ഷർട്ടുകൾ, പാരച്യൂട്ട് ബാഗി, കൊറിയൻ ബാഗി, മോംഫിറ്റ് ബാഗി, ജോഗേഴ്സ്, 5 സ്ലീവ് ഷർട്ടുകൾ, ക്രോപ്പ് ഷർട്ടുകൾ, ക്രോപ്പ് ടീഷർട്ടുകൾ തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാകാത്ത വലിയ വിലക്കുറവിൽ അറ്റ്ലസിലൂടെ ലഭിക്കുന്നു. ഈ ഓണം കളറാക്കാൻ കേരളം ഇതുവരെ കാണാത്ത വിലക്കുറവുമായി അറ്റ്ലസ് ഷോറൂമുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഏവരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിസിനസ് ഡെസ്ക്, BBC ന്യൂസ്. ഈ ഓണം കളറാക്കാം വെറും 69 രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം ഓണം 69 റുപ്പീസ് മെഗാ സെയിൽ. ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, പില്ലോ 69 രൂപയ്ക്ക്, നൈറ്റി, ലെഗിൻസ്, ഷാൾ 69 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട്, സ്കേർട്ട്, പല്ലാസോ 69 രൂപയ്ക്ക്, 4 തോർത്ത്, 4 മാറ്റ്, 3 പില്ലോ കവർ 69 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട്, മെൻസ് ട്രാക്ക് പാൻറ്, മെൻസ് ഷോർട്സ് 69 രൂപയ്ക്ക്, ലുങ്കി, കാവി, കൈലി 69 രൂപയ്ക്ക്,
ഇതിനെല്ലാം പുറമെ 100-ൽ പരം ഫാഷനബിൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ 69 രൂപയ്ക്ക്. മറ്റു നിരവധിയായ ലേഡീസ്, മെൻസ്, കിഡ്സ്, ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കൃഷിവകുപ്പ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത്, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുമായി ചേർന്ന് കർഷക പരിശീലനവും പട്ടികജാതി ഉപപദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സമ്മേളനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം ചെയ്തു. CTCRIയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിഭാഗം മുൻ മേധാവി ഡോക്ടർ AS സജീവ് അധ്യക്ഷത വഹിച്ചു. നടീൽ വസ്തുക്കളുടെ വിതരണം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയാമ്മ ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിയക്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി സോജൻ എന്നിവർ ആശംസ നേർന്നു. തുടർന്ന് നടന്ന പരിശീലന പരിപാടിയിൽ ഡോക്ടർ K സുനിൽകുമാർ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ C മോഹൻ, ഡോക്ടർ ER ഹരീഷ്, ഡോക്ടർ MS സജീവ് എന്നിവർ ക്ലാസ് നയിച്ചു. അതിനുശേഷം കാർഷിക ശാസ്ത്ര സംവാദവും സംഘടിപ്പിച്ചു. മികച്ച ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾ, ജൈവ കീടനാശിനികളായ നന്മ, മേന്മ, ശ്രേയ എന്നിവയും സൂക്ഷ്മ മൂലകങ്ങളുടെ മിശ്രിതം, മൈക്രോനോൾ തുടങ്ങിയവയുടെ സാമ്പിളുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡീന എബ്രഹാം സ്വാഗതവും കരുമണ്ണൂർ കൃഷി ഓഫീസർ റാണി ജേക്കബ് നന്ദിയും രേഖപ്പെടുത്തി. വിവാഹ വാർത്ത. മുതലക്കോടം പെരുമ്പാട്ട് PN രാജൻ, ശോഭന രാജൻ ദമ്പതികളുടെ മകൻ ജിതിനും, ഞാറക്കാട്, കടവൂർ, ചക്കലാക്കുന്നിൽ ഹോമിദാജി ശിവൻ, ഓമന ദമ്പതികളുടെ മകൾ ജ്യോതികയും വിവാഹിതരായി. അധപതനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. പിണറായിയുടെ രാജി ആവശ്യപ്പെട്ട് DCC ഇടുക്കിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ നടത്തിയ പ്രകടനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു. പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. പിണറായിയുടെ രാജി ആവശ്യപ്പെട്ട് DCC ഇടുക്കിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ നടത്തിയ പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് സംഘടിപ്പിച്ച യോഗം ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൊള്ളസംഘമായി മാറിയ കേരള പോലീസിന്റെ ധാർമ്മിക തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1956 കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെ ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ട സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. ദൗർഭാഗ്യവശാൽ ആഭ്യന്തര വകുപ്പ് സ്വന്തം കയ്യിലുണ്ടായിട്ടും അത് സ്വന്തമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന് തലപ്പത്ത് മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും സഖാവ് പിണറായി വിജയൻ വിരാജിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഭരണവുമായി യാതൊരു ബന്ധവുമില്ല. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ADGP അജിത് കുമാർ നടത്തുന്ന ക്രയവിക്രയങ്ങൾ, ക്രിയാഭീടകൾ എന്നീ സംസ്ഥാനത്ത് അങ്ങാടിപ്പാട്ടാണ്. പോലീസിന്റെ തലപ്പത്ത് ഗുണ്ടാ വിളയട്ടം നടമാടുകയാണ്. ഉദ്യോഗസ്ഥന്മാർ പോലീസിൽ 50% ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉന്നതമായ നീതിപീഠം കേരള ഹൈക്കോടതിയാണ്. നാളുകളായി ജനം അനുഭവിക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങ് എന്ന് മാത്രമല്ല,
അവരെടുക്കുന്ന എല്ലാ നടപടികളും ജനദ്രോഹ നടപടികളായി മാറുകയാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയ്യിൽ കിട്ടുന്നവരെ വേട്ടയാടുകയാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കർഷകരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുകയാണ്. ഷീമോനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളരാൻ അനുവദിക്കുന്ന ഒരു ഭരണകൂടം. താഴെയുള്ള ജനങ്ങളോട് അവർക്ക് യാതൊരു മതിപ്പുമില്ല. ഇതുപോലെ ഒരു നാറിയ ഭരണകൂടത്തിന് തലപ്പത്തിരുന്നുകൊണ്ട് സഖാവ് പിണറായി വിജയൻ ഒരു ആഗ്രഹമുണ്ട്. ജ്യോതിബാസു ബംഗാളിൽ 34 വർഷം ഭരിച്ച സന്ദർഭത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുടിചൂടാൻ മന്നനായിരുന്നു. ഇന്ന് അവിടെ നന്ദിഗ്രാമിന്റെയും മറ്റിതര കേന്ദ്രങ്ങളിലുമുള്ള സ്ഥലഭൂമികൾ വിറ്റ് ഇടപ്രഭുക്കന്മാർ, ലോക്കൽ സെക്രട്ടറിമാർ ഇടപ്രഭുക്കന്മാരായി മാറിയപ്പോൾ പശ്ചിമ ബംഗാൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോടൊഴിഞ്ഞ കൂടാരമായി മാറി. ധവൻ ചക്രവർത്തിയെ പോലുള്ള ബഹുമാനായ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരുന്ന ത്രിപുര പ്രദേശം, ഞാൻ സൂചിപ്പിച്ച ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഇടപ്രഭുക്കന്മാരായി അവിടെ മാറിയപ്പോഴും അതും കൂടൊഴിഞ്ഞ കൂടാരമായി മാറി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുക്കാൻ പിടിച്ച മേധാവികളെ കൊണ്ട് നടത്തുന്ന അഴിമതി കേരള ജനത എക്കാലവും വെച്ചു പൊറപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മുൻ KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ്, നേതാക്കളായ നിഷ സോമൻ, ഷിബിലി സാഹിബ്, NA ബെന്നി, VE താജുദ്ദീൻ, ജോസ് അഗസ്റ്റിൻ, TJ പീറ്റർ, ജാഫർ ഖാൻ മുഹമ്മദ്, മനോജ് കോക്കാട്ട്, MK ഷാഹുൽ ഹമീദ്, MH സജീവ്, KK തോമസ്, ടോമി പാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന ജീവനക്കാർ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് അധ്യക്ഷത വഹിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HBA മെഡിസെപ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ ഉള്ള ധീരമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ടു. ആ നിലപാടിന്റെ ഭാഗമായി BJPക്ക് 240 സീറ്റിലേക്ക് താഴേണ്ടി വന്നു. എന്നാൽ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മൂന്നാമതും അധികാരത്തിൽ തുടർന്നപ്പോ ഗവൺമെന്റ് അവരുടെ നയങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഗവൺമെന്റ് അതിതീവ്രമായി അവരുടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, സമ്പന്നനെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ, അത് ദ്രുതഗതിയിൽ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KA ബിന്ദു പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി KK പ്രസഭകുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PM റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള NGO യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും നടത്തി. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പമ്പ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PR ആശാലത ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് ശക്തി പകരുക, PFROA നയം പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
NGO യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പമ്പ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PR ആശാലത ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ രാജ്യം കോർപ്പറേറ്റുകൾക്ക് തേരെഴുതി നൽകുകയാണെന്നും NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 20 ശതകോടീശ്വരന്മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ശതകോടീശ്വരന്മാരുടെ എണ്ണം 1000 കവിഞ്ഞുവെന്നും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PR ആശാലത പറഞ്ഞു. കേരളത്തെ ഈ ഇടതുപക്ഷ ചായ്വുള്ള കേരളത്തെ എങ്ങനെയും അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുക. അതിനായി അവർ കണ്ട ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രധാന മുദ്രാവാക്യമായി വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നുള്ളത്. കേരളത്തിന്റെ നികുതി വരുമാനം മുഴുവൻ GST വന്നതോടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. കേരള NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. NGO ജില്ലാ വൈസ് പ്രസിഡന്റ് KS ജാഫർ ഖാൻ, ഏരിയ പ്രസിഡന്റ് PS അജിത, ഏരിയ സെക്രട്ടറി അനീഷ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. നിരവധി NGO യൂണിയൻ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാർത്തകൾ ഒരിക്കൽ കൂടി. മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. മൂലമറ്റം KSEB സർക്യൂട്ട് ഹൌസിൽ KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം ചേലാട് പോളിടെക്നിക്കിൽ 5 കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയാകണമെന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നവരുമായി മാറണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീട് സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് MP. ഓണത്തിനോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അനുമതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.